ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത് 5 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഓൺലൈൻ ചാറ്റ് സപ്പോർട്ട് ജോബ്സ്, വർക്ക് ഫ്രം ഹോം ജോബ്സ് കിട്ടാത്തതിന് മെയിൻ റീസൺ ഒരു കോമ്പറ്റീഷൻ കാരണമാണ് എനിക്ക് കിട്ടാത്തതെന്ന്. പക്ഷേ ആക്ച്വലി അതല്ല. നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്, റിക്രൂട്ടേഴ്സിന് മനസ്സിലാവാത്തത് കൊണ്ടാണ് വെദർ ദിസ് പേഴ്സൺ ക്യാൻ ഹാൻഡിൽ ചാറ്റ് സപ്പോർട്ട് ജോബ്സ് ഓർ നോട്ട്. ഫസ്റ്റ് പോയിന്റ്, നിങ്ങളുടെ പ്രൊഫൈൽ ടൈറ്റിലാണ്. പ്രൊഫൈൽ ടൈറ്റിൽ നിങ്ങൾ വെറുതെ ഫ്രീലാൻസർ, ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ് അങ്ങനെ ഇട്ട് കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ജോബ് കിട്ടില്ല, റിക്രൂട്ടർക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ ഇടുന്ന ആ ടൈറ്റിൽസ് ഭയങ്കര ജനറിക് ആയിട്ടുള്ള ടൈറ്റിൽസ് ആണ്. നിങ്ങൾ ഇടേണ്ടത് കസ്റ്റമർ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ്, ഇമെയിൽ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ്, കസ്റ്റമർ കെയർ, ചാറ്റ് സപ്പോർട്ട്, പിന്നെ ടൂൾസ് സെൻഡെസ്ക്, ഇൻറ്റർകോം എന്നിങ്ങനത്തെ സാധനങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ടൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ബോണസ് പോയിൻ്റ് ആയിരിക്കും. പോയിന്റ് നമ്പർ 2, സ്കിൽ സെക്ഷൻ. അവിടെ നിങ്ങൾ റാൻഡമായിട്ട് നിങ്ങളുടെ സ്കിൽസ് ദാറ്റ് ഐ ക്യാൻ ടോക്ക് വെൽ, ഐ ക്യാൻ ഹാൻഡിൽ കസ്റ്റമേഴ്സ് അങ്ങനെ ഇടുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് കസ്റ്റമർ സപ്പോർട്ട്, ലൈവ് ചാറ്റ് സപ്പോർട്ട്, ഇൻറ്റർകോം, സെൻഡെസ്ക് എന്നിങ്ങനെയുള്ള ടൂൾസിനെ കുറിച്ചും, പിന്നെ അതേപോലെ തന്നെ ഫ്രഷ് ഡെസ്ക്, CRM മാനേജ്മെൻറ്റ്, ക്ലയൻറ്റ് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള പോയിൻറ്റ്സ് നിങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേയും കൂടി ബെറ്റർ ആയിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, പ്രൊഫൈൽ ഓവർവ്യൂ. ഇതിനകത്ത് നിങ്ങൾ യൂഷ്വലി ആൾക്കാർ എഴുതാറില്ല ഐ എം പാഷനേറ്റ് അബൌട്ട് വർക്ക് ആൻഡ് ഐ എം ഹാർഡ് വർക്കിംഗ്, ഇതൊക്കെയാണ് ഇടുന്നത്. പക്ഷേ അതിന് പകരം എഴുതേണ്ടത് ഐ പ്രൊവൈഡ് ഫാസ്റ്റ് ആൻഡ് പ്രൊഫഷണൽ സപ്പോർട്ട് ടു കസ്റ്റമേഴ്സ് ഓർ ഗ്ലോബൽ കസ്റ്റമേഴ്സ് ത്രൂ ഇമെയിൽ ആൻഡ് ചാറ്റ് സപ്പോർട്ട്. ഐ എം ഫെമിലിയർ വിത്ത് സെൻഡെസ്ക്, ഇൻറ്റർകോം ആൻഡ് അതർ ടൂൾസ് ആൻഡ് ഐ ക്യാൻ എൻഷുർ ടു പ്രൊവൈഡ് എ പോസിറ്റീവ് എക്സ്പീരിയൻസ് ഫോർ ദ കസ്റ്റമേഴ്സ് ദാറ്റ് ഐ ഹാൻഡിൽ. സോ ഇങ്ങനെ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് അവരുടെ പെയിൻ പോയിൻറ്റ്സ്, അതായത് റിക്രൂട്ടറിൻ്റെ പെയിൻ പോയിൻറ്റ്സ് മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഓവർവ്യൂ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മറ്റ് ഫ്രീലാൻസറിനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് അഹെഡ് ആയിരിക്കും. നാലാമത്തത് സർട്ടിഫിക്കേഷൻസ് ആണ്. നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് ഞാൻ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്രീ സർട്ടിഫിക്കേഷൻസ്, ഇൻറ്റർകോം, സെൻഡെസ്ക് ഇങ്ങനെയുള്ള ഗ്ലോബൽ ക്ലയൻറ്റ് സപ്പോർട്ട് ടൂൾസ് നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ലിസ്റ്റും ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്കൊരു സ്റ്റെപ്പ് സ്റ്റോൺ ആണ്. പോയിന്റ് നമ്പർ 5, പോർട്ട്ഫോളിയോ സെക്ഷനാണ്. സാധാരണ ആൾക്കാർ ഒരു ഫ്രീലാൻസിങ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോമിൻ്റെ പ്രൊഫൈൽ ഇത് ഫ്രീ ആയിട്ട് വിടാറാണ് പതിവ്. പക്ഷേ ഞാൻ പറയാം, നിങ്ങൾ അതിൽ ജസ്റ്റ് ഒരു സാമ്പിൾ കസ്റ്റമർ ഇൻറ്ററാക്ഷൻ, അതേപോലെ തന്നെ ഒരു പ്രോജക്റ്റ് നിങ്ങൾ ചെയ്തത്, ഒരു കസ്റ്റമറിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ്, ഈ പ്രോജക്ട്സ് നിങ്ങൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ പിന്നെ ആബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആയി. അപ്പോൾ ഈ 5 പോയിൻറ്റ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓൺലൈൻ ചാറ്റ് സപ്പോർട്ട് ജോബ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.